പഠിക്കുക, ജയിക്കുക, സർട്ടിഫിക്കറ്റ് വാങ്ങി ജോലി തേടി പോവുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ ആണ് നമ്മുടെയൊക്കെ ക്യാമ്പസുകൾ അല്ലേ? അല്ലാതെ ക്യാമ്പസിൽ നിന്ന് തന്നെ കരിയർ സ്റ്റാർട്ട് ചെയ്യുക, ക്യാമ്പസിനകത്ത് തന്നെ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുക, അതേ സ്റ്റാർട്ടപ്പുകൾ ലോകത്തേക്ക് തന്നെ സ്കെയിൽ ചെയ്യപ്പെടുക, ക്യാമ്പസിലൂടെ അതാത് പ്രദേശങ്ങൾ മാറ്റിമറിക്കപ്പെടുക, എന്തൊക്കെയാണ് ഈ പറയുന്നത് അല്ലേ? എന്നാൽ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു അമേരിക്കയിലെ കാലിഫോർണിയയിൽ. കേട്ടിട്ടില്ലേ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി? ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന ഫെഡറിക് ടെർമൻ അന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞു, നിങ്ങൾ ഈ പഠനത്തിന് ശേഷം ജോലിയെല്ലാം തേടി മറ്റ് രാജ്യങ്ങളിലേക്കോ പ്രദേശങ്ങളിലേക്കൊന്നും പോകണ്ടെന്നേ, നമുക്ക് കമ്പനികളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ പ്രൊഫസറും വിദ്യാർത്ഥികളും ചേർന്ന് രൂപം കൊടുത്തതാണ് ഇന്നത്തെ സിലിക്കൺ വാലി. വെറും സിലിക്കൺ വാലി അല്ല, ഇന്ന് ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും ആമസോണും എല്ലാം ആസ്ഥാനമായി തിരഞ്ഞെടുത്ത സിലിക്കൺ വാലി. ക്യാമ്പസിനകത്ത് അങ്ങനെ ഒരു സിലിക്കൺ വാലി മോഡൽ ഒരുക്കുന്ന കേരളത്തിലെ ക്യാമ്പസ് NAAC A++ അംഗീകാരം ലഭിച്ച മലപ്പുറത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്ന്. വെൽക്കം ടു അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നിലമ്പൂർ. ക്യാമ്പസിനെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ആക്കി മാറ്റി ടാൽറോപ്പിന്റെ ടെക്കി സ്പാർക്ക്. സിലിക്കൺ വാലിയിൽ നിന്നെന്ന പോലെ അമൽ കോളേജിൽ നിന്നും അനവധി ആഗോള സ്റ്റാർട്ടപ്പുകളും സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിനെയും എല്ലാം ഒരുക്കുകയാണ് ഇവിടെ. ഈ മനോഹരമായ ടെക്കി സ്പാർക്കിൽ, അതെ, അത്യാധുനിക ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കിയ ഈ ക്യാമ്പസിന് ഇന്നോവേറ്റീവ് മുഖം നൽകുന്ന ടാൽറോപ്പിന്റെ ടെക്കി സ്പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ബഹുമാന്യനായ MP PV അബ്ദുൽ വഹാബ് സർ, ഈ ക്യാമ്പസിന്റെ ചെയർമാനാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം. സർ, ലോകത്ത് ക്യാമ്പസുകളെല്ലാം ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന ട്രാൻസ്ഫോർമേഷന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അമൽ കോളേജ് ആണെങ്കിൽ ടാൽറോപ്പിന്റെ ടെക്കി സ്പാർക്കിലൂടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ അനിവാര്യതയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയ റിസൾട്ടിനെ കുറിച്ച് ഒന്ന് വിശദമാക്കി പറയാമോ? യെസ്, നമ്മളെ ഇന്ത്യ നേരിടുന്ന വലിയ പ്രശ്നം അൺഎംപ്ലോയ്മെന്റ്. ആൾക്കാർക്കൊക്കെ ജോലി വേണം. ഇത് കേരളത്തിലെ ജോലി വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ധാരാളമുണ്ട്, പക്ഷെ ജോലി ഇല്ല. ജോലി ഉണ്ടെങ്കിലോ അതിനെ പറ്റി എംപ്ലോയബിൾ പ്രോഡക്ട്സും ഇല്ല. ടാൽറോപ്പുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ വരാനും പുറത്തുള്ള കുട്ടികൾക്കും വരാം. അതേ സമയത്ത് ഇവിടെയുള്ള കുട്ടികൾക്കും അവരെ ഒഴിവ് സമയത്ത് ക്ലാസ് എടുക്കാനോ കോഴ്സ് എടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാനോ, ഈവൻ ഇഫ് ദേ വോണ്ട് ടു ഡു സംതിങ്, and Talrop will provide them job and salary also if at all they are competent. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ഈ സംരംഭങ്ങളാണ് ഇനിയത്തെ കാലത്ത് എല്ലാ കോളേജുകളും. ഗവൺമെൻറ് ഓഫ് കേരള ഇപ്പം അവർ പുതിയ സ്കീം തുടങ്ങി. എല്ലാവരും ഈ സ്കൂളിനെയും കോളേജിനെയും ഒക്കെ യൂണിവേഴ്സിറ്റിയൊക്കെ ബന്ധപ്പെടുത്തി എല്ലാ സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ദറ്റ് ഈസ് ദ നീഡ് ഓഫ് ദ ഹവർ. ഇന്ത്യക്ക് തൊഴിലില്ലായ്മ ആൾക്കാരുണ്ട്. നമ്മളൊക്കെ ആൾക്കാർക്കുള്ള ജോബിന് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ അതിന് പറ്റിയ ആൾക്കാരെ കിട്ടാത്തൊരു കുഴപ്പമുള്ളത്. വേറെ സൗത്ത് കൊറിയ പോലുള്ള രാജ്യങ്ങൾ, ഈവൻ ചൈന, അവരൊക്കെ വൈ ദേ ആർ ബൂമിങ് ദർ എക്കണോമി. അവർക്ക് അവരുടെ ആൾക്കാർ അവിടെ തന്നെ എംപ്ലോയ് ചെയ്തിട്ട് അവിടെ തന്നെ പ്രോഡക്റ്റ് ചീപ്പായിട്ട് അവിടെ തന്നെ ഉണ്ടാക്കി കൊടുത്താക്കാൻ സഹായിക്കുന്നുണ്ട്. വി ഷുഡ് ഓൾസോ കം ടു ദർ സ്റ്റേജ്. അപ്പോൾ അവർ മുമ്പ് തുടങ്ങിയത് നമുക്ക് വൈകുന്നു. നമ്മൾ ആ പണ്ടത്തെ വിദ്യാഭ്യാസ രംഗം ഒക്കെ മാറ്റി കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ അഭിരുചിക്കനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഭാഗമായിട്ടാണ് ഞാൻ ഈ ടാൽറോപ്പിനെ കാണുന്നത്. അതുകൊണ്ടാണ് ടാൽറോപ്പ് അമൽ കോളേജിൽ വരുന്നത്. ഫോർ ദ സ്റ്റുഡൻസ് ഓഫ് അമൽ കോളേജ് പ്ലസ് ദ കമ്മ്യൂണിറ്റി ഔട്ട്സൈഡ് ദേ ക്യാൻ യൂസ് ടാൽറോപ്പ്. നമ്മുടെ സമൂഹത്തിൽ ഉദ്യോഗാർത്ഥികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ ഒരവസ്ഥയാണ് ഇഷ്ടജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നത്. ഡിഗ്രിയും PGയും PhDയും എല്ലാം കഴിഞ്ഞ് കുറച്ചു കാലം ഇഷ്ടജോലിക്ക് വേണ്ടി ശ്രമിക്കും. അവസാനം കിട്ടുന്ന ജോലി വെച്ച് തൃപ്തിപ്പെടും. ഇതിന്റെ മറ്റൊരു വശമാണ് ഇൻഡസ്ട്രികൾക്ക് സ്കിൽഡ് മാൻ പവർ ഷോർട്ടേജ് അനുഭവിക്കുന്നു എന്നത്. അതായത് കഴിവുള്ളവർക്ക് തങ്ങളുടെ കഴിവുകൾ വളർത്തുന്നതിനുള്ള സാഹചര്യമില്ല. ഇൻഡസ്ട്രികൾക്കോ കഴിവുള്ള തൊഴിലാളികളെ പ്രൊഫഷണൽസിന് ലഭിക്കുന്നുമില്ല. ഈ വൈരുദ്ധ്യത്തിന് എന്താണ് പരിഹാരം? ഓരോ വിദ്യാർത്ഥിക്കും തന്റെ അഭിരുചിക്കനുസരിച്ച് പഠിച്ച് കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അവസരമുണ്ടാക്കുക എന്നതല്ലേ ആവശ്യം. എന്നാൽ 1000-നടുത്തോ അതിനു മുകളിലോ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലും കോളേജിലും ഓരോ കുട്ടിയുടെയും അഭിരുചി കണ്ടെത്തി പഠിപ്പിക്കുക എന്നതിന്
തീർച്ചയായും പ്രായോഗിക പരിമിതികളുണ്ട്. അപ്പോൾ സിലബസിനും കരിക്കുലത്തിനും അപ്പുറത്ത് തൻ്റെ അഭിരുചി കണ്ടെത്തി വികസിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരുക്കുന്നതിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയും. ഈ രീതിയിലാണ് അമൽ കോളേജ് തങ്ങളുടെ ക്യാമ്പസിനെ കംപ്ലീറ്റ് നെക്സ്റ്റ് വേൾഡ് ട്രാൻസ്ഫോർമേഷന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമായാണ് ക്യാമ്പസിൽ ടാൽറോപ്പിന്റെ ടെക്കി സ്പാർക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഓരോ വിദ്യാർത്ഥിക്കും ടെക്നോളജിയും ഓൺടർപ്രണർഷിപ്പിനും ഉൾപ്പെടെ റിയൽ വേൾഡ് എക്സ്പോഷറിനുള്ള അവസരത്തിനൊപ്പം വിദ്യാർത്ഥിയുടെ സമഗ്ര മേഖലയിലുള്ള ഡെവലപ്മെന്റിനും ടാൽറോപ്പിന്റെ ടെക്കി സ്പാർക്ക് അവസരമൊരുക്കുന്നു. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഗൂഗിളും മൈക്രോസോഫ്റ്റും ആപ്പിളും ആമസോണുമെല്ലാം ഇന്ന് ആസ്ഥാനമായി തിരഞ്ഞെടുത്ത ആയിരക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ വളർന്നു വന്ന അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിലെ സിലിക്കൺ വാലിയെ നിർമ്മിച്ചതുപോലെ ക്യാമ്പസിനെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ആക്കി അമൽ കോളേജ് കേരളത്തെ സിലിക്കൺ വാലി മോഡലിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള ദൗത്യത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഇൻഡസ്ട്രി അക്കാഡമി ഗ്യാപ്പിനെ ടെക്കി സ്പാർക്ക് പൂർണ്ണമായും നികത്തുന്നു. വിദ്യാർത്ഥികൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടാൻ അവസരമൊരുക്കി ഇന്നോവേഷനുകൾക്ക് വഴിയൊരുക്കുന്നു. ടെക്കി സ്പാർക്കിലൂടെ അനവധി ഇൻഡസ്ട്രികൾ ക്യാമ്പസിലേക്ക് എത്തുന്നു. ക്യാമ്പസിൽ ഒരു സ്റ്റാർട്ടപ്പ് കൾച്ചർ തന്നെ രൂപപ്പെടുന്നു. ഇങ്ങനെ ക്യാമ്പസിൽ നിന്ന് തന്നെ അനവധി സ്റ്റാർട്ടപ്പുകൾ വളർന്നു വരുന്നു. ഇതുവഴി ക്യാമ്പസിനകത്ത് തന്നെ അനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. പഠനത്തിന് ശേഷം അല്ലെങ്കിൽ പഠനത്തോടൊപ്പം സ്വന്തം സംരംഭം ക്യാമ്പസിൽ നിന്ന് തന്നെ വളർത്തിയെടുക്കുന്നതിന് വിദ്യാർത്ഥികൾക്ക് കഴിയുന്നു. അതല്ലെങ്കിൽ ക്യാമ്പസിനകത്ത് വളർന്നു വരുന്ന വൻകിട സ്റ്റാർട്ടപ്പുകളിൽ ഉയർന്ന പൊസിഷനിൽ കരിയർ സെറ്റ് ചെയ്യാൻ കഴിയുന്നു. എല്ലാത്തിനുമുപരി ക്യാമ്പസിൽ നിന്നും ലഭിക്കുന്ന റിയൽ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് കരിയറിന്റെ അനന്ത സാധ്യതകളിലേക്ക് ഉറച്ച ഫൗണ്ടേഷൻ ഒരുക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നു. സംഭവം അടിപൊളിയല്ലേ? പഠിച്ച ക്യാമ്പസിനകത്ത് തന്നെ കരിയർ സെറ്റ് ചെയ്യാൻ കഴിയുന്നു. പോട്ടെ, സ്വന്തം സ്റ്റാർട്ടപ്പിന് കട്ട സപ്പോർട്ടായിട്ട് ക്യാമ്പസും. മനോഹരമായ പ്രകൃതി കനിഞ്ഞരുളിയ ക്യാമ്പസാണ് അമൽ കോളേജിന്റേത്. അന്തർദേശീയ നിലവാരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഒരുക്കിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ക്യാമ്പസിന് ഇന്നോവേറ്റീവ് മുഖം നൽകുന്നുണ്ട് ടാൽറോപ്പിന്റെ ടെക്കി സ്പാർക്ക്. ക്യാമ്പസിന്റെ പ്രകൃതി മനോഹാരിതയ്ക്ക് ഒരു തരത്തിലുള്ള കോട്ടം വരുത്താതെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ വേൾഡ് ക്ലാസ് ക്വാളിറ്റിയോടെ ടെക്കി സ്പാർക്കിന് വേണ്ടി പൂർത്തിയാക്കിയിരിക്കുന്നു. എക്കോ ഫ്രണ്ട്ലി മാത്രമല്ല, എഡ്യു ഫ്രണ്ട്ലി കൂടിയാണ് കൺസ്ട്രക്ഷൻ. അല്ല, സിലിക്കൺ വാലി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അറിയാമെങ്കിലും ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവില്ലേ എന്താണ് ഈ സിലിക്കൺ വാലി എന്ന്? പറയാം. ഗൂഗിളും ആപ്പിളും ആമസോണും ടെസ്ലയും എല്ലാം എന്ന് ആസ്ഥാനമായി തിരഞ്ഞെടുത്ത അമേരിക്കയിലെ സിലിക്കൺ വാലി ടെക്നോളജിയുടെയും ഇന്നോവേഷന്റെയും സ്റ്റാർട്ടപ്പുകളുടെയും ഗ്ലോബൽ ഹബ്. എഞ്ചിനീയേഴ്സ്, മാർക്കറ്റേഴ്സ് എന്ന് വേണ്ട ഒരു സംരംഭക വിജയത്തിന് ആവശ്യമായ ഏറ്റവും ടാലന്റഡ് പ്രൊഫഷണലുകളെ വരെ ലഭ്യമായ ഇടം. ലീഗൽ, PR തുടങ്ങി വേണ്ട സപ്പോർട്ടിംഗ് സർവീസുകൾ സുലഭം. ഇൻഫ്രാസ്ട്രക്ചർ ആരും കൊതിക്കുന്ന മനോഹാരിതയിലും ഗുണനിലവാരത്തിലും സൗകര്യത്തിലും. ഇങ്ങനെ ഐഡിയ മുതൽ IPO വരെ എന്തൊക്കെ ആവശ്യമുണ്ടോ അവയെല്ലാം ലഭ്യമാകുന്നൊരു പറുദീസയാണ് സിലിക്കൺ വാലി. സിലിക്കൺ വാലിയെ പരിചയപ്പെട്ടല്ലോ. ഈ ഒരു സിലിക്കൺ വാലിയിൽ നിലനിൽക്കുന്ന എക്കോസിസ്റ്റത്തിന്റെ മോഡൽ കേരളത്തിലേക്ക് പകർത്തുകയാണ് ടാൽറോപ്പ്. എന്തിനാണെന്നല്ലേ? ഈ ഒരു എക്കോസിസ്റ്റത്തിലൂടെ കേരളത്തിൽ നിന്നും ഗൂഗിളും ആപ്പിളും പോലെയുള്ള ആഗോള കമ്പനികൾ വളർത്തിയെടുക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാണ് കേരളത്തിലെ ഓരോ നിയോജക മണ്ഡലത്തിലും തിരഞ്ഞെടുത്ത ഒരു കോളേജ് ക്യാമ്പസിലായി കേരളമൊട്ടാകെ 140 ടെക്കി സ്പാർക്കുകൾ ടാൽറോപ്പ് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ ടാൽറോപ്പിൻ്റെ ഒരു ടെക്കി സ്പാർക്ക് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമുക്കറിയാലോ, സ്റ്റാൻഫോർഡിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ് നമ്മൾ ഇന്ന് കാണുന്ന സിലിക്കൺ വാലി. മാർക്ക് സുക്കർബർഗും ജെഫ് ബെസോസും ഒക്കെ ഫേസ്ബുക്കും ആമസോണും ഒക്കെ ഉണ്ടാക്കിയത് നമുക്കറിയാം. ഇതുപോലുള്ള വലിയ സ്റ്റാർട്ടപ്പ് വെഞ്ചേഴ്സ് നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കപ്പെടണം. ഇതിന് നമ്മുടെ ക്യാമ്പസുകൾ അന്ന് സ്റ്റാൻഫോർഡ് ചെയ്തതുപോലെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് അപ്രോച്ചിലേക്ക് മാറണം. നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് ടാലൻറ്റുകൾ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരണം. നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനെ പറ്റി ചിന്തിക്കുന്ന ഒരു തലമുറ, ആ തലമുറ അതിൻ്റെ പരിഹാരങ്ങൾ ഡിസൈൻ ചെയ്യുകയും അത് വലിയൊരു ഗ്ലോബൽ വെഞ്ചറായി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും വേണം. അവിടെയാണ് നമുക്ക് ആയിരക്കണക്കിന് തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്, സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന ക്യാമ്പസുകളാണ് കേരളത്തിൻ്റെ ഇന്നത്തെ ആവശ്യം. നമ്മുടെ ക്യാമ്പസുകൾ കേവലം തിയറി മാത്രം പഠിപ്പിച്ച് ജസ്റ്റ് കുട്ടികളെ ക്ലർക്കുമാരായിട്ട് മാത്രം ഇറക്കുന്ന കാലഘട്ടത്തിന് ഇനി പ്രസക്തിയില്ല. ഇത് AI കാലഘട്ടമാണ്. ഇവിടെ AIയുടെ കാലഘട്ടത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കിൽ സെറ്റുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയാവുന്ന ഒരു തലമുറ ഇവിടെ രൂപപ്പെടണം. വലിയ ഇന്നോവേറ്റീവ് ആശയങ്ങൾ രൂപപ്പെടണം. ഇപ്പോൾ കാലിഫോർണിയ
കാലിഫോർണിയ സ്റ്റേറ്റിൽ നിന്ന് ഗ്ലോബൽ ലോകത്തിൻ്റെ ടെക്നോളജി ഓണ്ടർപ്രണർഷിപ്പ് ആവാസ വ്യവസ്ഥയായി ഒരുപാട് സംരംഭങ്ങൾ വരുമ്പോൾ ഇതുപോലെ നമ്മുടെ കേരളവും മാറണം. ഈ കേരളം മാറണമെങ്കിൽ ക്യാമ്പസുകൾ മാറണം. ഇവിടെയാണ് അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ ഒരു ഇന്നോവേറ്റീവ് ആശയം ടാൽറോപ്പുമായി ചേർന്ന് ഒരു ടെക്കീസ് പാർക്ക് എന്നൊരു കോൺസെപ്റ്റിലൂടെ ഒരു ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് ആയിക്കൊണ്ട് അമൽ കോളേജിൽ നിന്ന് ഒരുപാട് പുതിയ സംരംഭങ്ങൾ ആമസോണും ഫേസ്ബുക്കും പോലെയൊക്കെ പുതിയ വേൾഡിന് വേണ്ട ഇന്നോവേഷൻസ് ഉണ്ടാക്കണം. അതിലൂടെ അമൽ കോളേജിലും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലും മലപ്പുറം ജില്ലയിലും കേരളത്തിലും മൊത്തം ഒരു വിപ്ലവകരമായ മാറ്റം ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല. കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളെ മുതൽ ലോക രാജ്യങ്ങളെ വരെ ബന്ധിപ്പിക്കുന്നതാണ് ടാൽറോപ്പിന്റെ എക്കോസിസ്റ്റം. അത്രയും ബൃഹത്തായൊരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് കഴിഞ്ഞ 10 വർഷമായി ടാൽറോപ്പ് സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്. ടെക്കീസ് പാർക്ക് ആരംഭിക്കുന്ന കോളേജുകൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ ലോക രാജ്യങ്ങളുമായി കണക്റ്റഡ് ആവുന്നു. ടാൽറോപ്പ് ഒരുക്കുന്ന സിലിക്കൺ വാലി മോഡൽ കേരളത്തിൽ 140 ടെക്കീസ് പാർക്കുകൾക്കൊപ്പം 140 സ്കൂളുകളിലായി 140 ഇൻവെന്റർ പാർക്കുകളും 20 ലോകസഭാ മണ്ഡലങ്ങളിലായി 20 റീജിയണൽ ഓഫീസുകളും കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി 1064 വില്ലേജ് പാർക്കുകളും ഒരുക്കുന്നു. മറ്റ് 27 സംസ്ഥാനങ്ങളെയും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കേരളത്തിലെ ഈ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. മറ്റു രാജ്യങ്ങളിൽ ഇന്റർനാഷണൽ ഓഫീസുകൾ ആരംഭിച്ച് ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തെ ലോക രാജ്യങ്ങളുമായി കണക്ട് ചെയ്യുന്നു. ടെക്കീസ് പാർക്കുകൾ ആരംഭിക്കുന്നതോടെ ഈ ഒരു ബൃഹത് ഇക്കോസിസ്റ്റത്തിന്റെ ഭാഗമായി അതാത് കോളേജുകൾ മാറും. കോളേജുകളിൽ നിന്നും ഡെവലപ്പ് ചെയ്യപ്പെടുന്ന സ്റ്റാർട്ടപ്പുകൾ ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ വളരെ എളുപ്പത്തിൽ ഗ്ലോബൽ ലെവലിലേക്ക് സ്കെയിൽ ചെയ്യപ്പെടുന്നു. സ്വാഭാവികമായും കാലിഫോർണിയയിലെ സിലിക്കൺ വാലി ആ പ്രദേശത്തുണ്ടാക്കിയ വലിയ മുന്നേറ്റമുണ്ടല്ലോ. ആ ഒരു മുന്നേറ്റം ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസായി മാറുന്ന അമൽ കോളേജിലും മലപ്പുറം ജില്ലയിലുമെല്ലാം പ്രകടമാകുന്നതിൽ സംശയമില്ലല്ലോ. അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ പ്രവർത്തനം ആരംഭിച്ച ടാൽറോപ്പിന്റെ ടെക്കീസ് പാർക്കിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങളും അതോടൊപ്പം തന്നെ ടെക്നോളജി ഓണ്ടർപ്രണർഷിപ്പ് മേഖലകളിൽ പുത്തൻ സാധ്യതകളും ഒക്കെയായി നിലമ്പൂരിന്റെ പ്രദേശമൊട്ടാകെ വികസിക്കുകയാണ്. ടാൽറോപ്പിന്റെ ടെക്കീസ് പാർക്കിലൂടെ കൊടുക്കുന്ന എല്ലാ സേവനങ്ങളും സമീപ പ്രദേശത്തുള്ള എല്ലാ ക്യാമ്പസുകളിലും വിദ്യാർത്ഥികൾക്കും ലഭ്യമാകും. ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന ആശയത്തെ ഏറെ ആവേശത്തോടുകൂടിയാണ് അമൽ കോളേജ് ക്യാമ്പസ് ഒന്നാകെ ഏറ്റെടുത്തിരിക്കുന്നത്. ഒരു വേൾഡ് ലെവൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അമൽ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ഓണ്ടർപ്രണർഷിപ്പിലും മികച്ച പ്രൊഫഷണൽ ആകുന്നതിന് സഹായകരമായ തുടർ പ്രവർത്തനങ്ങളാണ് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന ആശയത്തിലൂടെ ക്യാമ്പസിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രി അക്കാദമിക് ഗ്യാപ്പ് പൂർണ്ണമായും ഇല്ലാതാക്കി നിരവധി കമ്പനികളെ ക്യാമ്പസുകളിലേക്ക് എത്തിച്ച് ക്യാമ്പസുകളെ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസുകളാക്കി മാറ്റുന്ന നെക്സ്റ്റ് വേൾഡ് ട്രാൻസ്ഫോർമേഷനാണ് അമൽ കോളേജ് തുടക്കമിട്ടിരിക്കുന്നത്. ഇതുവഴി ടെക്നോളജിയിലും ഓണ്ടർപ്രണർഷിപ്പിലും എക്സ്പോഷർ നേടുന്നതിനുള്ള അവസരം ഓരോ വിദ്യാർത്ഥികൾക്കും ലഭ്യമാകും. ഇതിനകം തന്നെ ടെക്കീസ് പാർക്കിൻ്റെ ഇത്തരത്തിലുള്ള നിരവധി പ്രോഗ്രാമുകൾ നിരവധി വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പേര് ഫഹ്മിൻ ഹുവൈദ്. ഞാൻ ഇവിടെ BBA അമൽ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠനത്തോടു കൂടെ ഇപ്പോൾ എൻ്റെ പേഴ്സണലി ആണെങ്കിൽ എനിക്കൊരു സ്റ്റാർട്ടപ്പ് ആയിട്ടുണ്ട്, ഒരു ആപ്പ് ഡെവലപ്പിംഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ പഠനത്തോട് കൂടി തന്നെ അത് ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് എല്ലാതും ടാൽറോപ്പിൽ നിന്നാണ് എനിക്ക് ഹെൽപ്പ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ എല്ലാവരും പഠനം മാത്രമല്ലാണ്ട് തന്നെ ടെക്നോളജി ബേസ് ആയിട്ടും അങ്ങനെ എല്ലാതും ഡെവലപ്പ് ചെയ്ത് വരാൻ നല്ലൊരു സപ്പോർട്ട് ടാൽറോപ്പ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു. ഹായ്, മൈ നെയിം ഈസ് റിത ശരൺ. ഞാനിവിടെ അമൽ കോളേജിൽ BBA സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഈ ടാൽറോപ്പ് ടെക്കീസ് പാർക്കിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ഉപകാരങ്ങളാണ് ഞങ്ങൾ ഈ കോളേജ് സ്റ്റുഡൻസ് ആയിട്ടുള്ള ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയാസോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ടാൽറോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഏതൊരു മെമ്പേഴ്സിനോടും എനിക്ക് എൻ്റെ ഐഡിയാസ് ഷെയർ ചെയ്യാനും എൻ്റെ തോട്ട്സ് എങ്ങനെയാണെന്ന് ഷെയർ ചെയ്ത് ഐഡിയ പിച്ച് ചെയ്ത് എനിക്ക് അതിന് വേണ്ടിയുള്ള അസിസ്റ്റൻസ് തരാനും ഇവിടെ അതിനനുസരിച്ചുള്ള ആൾക്കാരുണ്ട്. ഹായ്, എൻ്റെ പേര് ഫാത്തിമ മിത. ഞാനിവിടെ BBA സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ് അമൽ കോളേജിൽ. അപ്പം ഞാൻ ഇവിടെ ആദ്യം ടാൽറോപ്പ് പരിചയപ്പെടുന്നത് ഫസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം അവിടെ സ്ക്വാഡ് ടീം അതുപോലെ തന്നെ ഓണ്ടർപ്രണർ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിനൊക്കെ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ പോലെ നടത്തിയായിരുന്നു. അപ്പം അതിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഞാൻ സ്കൂൾ ഓഫ് സ്റ്റാർട്ടപ്പിലാണ് ആദ്യമായിട്ട് ഇവിടെ ഇതിനെക്കുറിച്ച് ടാൽറോപ്പിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം അറിയുന്നത്. അപ്പോൾ അതിനുശേഷം ഇവിടെ ഒരു ഹണി പ്രൊഡക്ഷൻ ആ രീതിയിൽ സ്റ്റാർട്ടപ്പിൻ്റെ ഇതിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. അതിനുശേഷമാണ് ഞാനിവിടെ
45 ഡേയ്സിൻ്റെ ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിലൂടെ തന്നെ എനിക്ക് ഇപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ തന്നെ ഒരാളായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം, ആ രീതിയിലുള്ള സ്കില്ലുകൾ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ടാലൻറ്റ് കൂടുതൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അപ്പം ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനും ടാലൻറ്റ് കൊണ്ട് തന്നെ ഒരുപാട് ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടാൻ സാധിച്ചു.